നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജിസ്മോളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ, ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും മാത്രം അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരം നമുക്കറിയാം. എങ്കിലും ഒരു ഭവനത്തിൽ ഇത്രയധികം ക്രൂര പീഡനങ്ങളോടുകൂടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജിസ്മോൾക്ക് നേരിട്ടത് ഭർത്താവിൽ നിന്ന് ഭർത്തൃപിതാവിൽ നിന്ന് മാത്രമല്ല, നാത്തൂൻ ആ ഭവനത്തിൽ കെട്ടിച്ചു വിട്ടതിന് ശേഷവും ഭവനത്തിൽ തന്നെ വന്നു നിന്ന് പെങ്ങന്മാരുണ്ട്. ഈ പെങ്ങന്മാരുടെ അതിക്രൂരമായിട്ടുള്ള അധിക്ഷേപങ്ങളും അപഹാസ്യങ്ങളും കേട്ട് ജിസ്മോൾ വളരെയധികം വേദനയോടുകൂടിയാണ് ആ ഭവനത്തിൽ കഴിഞ്ഞിരുന്നത്. തന്നെയുമല്ല, ടീച്ചർ അമ്മയാണ്. ഈ ടീച്ചറിൽ നിന്നും പലതരത്തിലുള്ള നിറത്തിൻ്റെ പേരിലും മറ്റ് രീതിയിലുമുള്ള സാമ്പത്തികത്തിൻ്റെ പേരിലുമുള്ള പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ജിസ്മോൾ ആ ഭവനത്തിൽ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മാതാവിനെയും നാത്തൂന്മാരെയും അറസ്റ്റ് ചെയ്യുകയല്ലേ വേണ്ടത്? അതിനെന്തുകൊണ്ട് മുൻപോട്ടൊരു നീക്കമുണ്ടാകുന്നില്ല? ഒരു സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ച ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ ടീച്ചർക്ക് എന്തുകൊണ്ട് ഈ ആനുകൂല്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൂടാ? കാരണം ഇത്രയധികം മനുഷ്യത്വരഹിതമായിട്ട് എങ്ങനെയാണ് ഒരു വീട്ടിൽ കയറി വന്ന പെൺകുട്ടിയോട് പെരുമാറാനായിട്ട് സാധിക്കുക? അനേകം കുഞ്ഞുങ്ങളെ നേർപാതയിലേക്ക് നയിച്ചുകൊണ്ട് മുൻപോട്ട് പോയ ഒരു ടീച്ചറിൻ്റെ സ്വഭാവ വിശേഷങ്ങളാണോ ഇതൊക്കെ എന്ന് കേൾക്കുമ്പോൾ ഞെട്ടലുളവാക്കുന്നതാണ്. കാരണം വേർതിരിവ് കാണിക്കുക, പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും കുഞ്ഞുങ്ങളോടും വേർതിരിവ് കാണിച്ചിരുന്നതായി ഒരു മാതാവ് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഈ ടീച്ചർ ഒരു കുഞ്ഞിനോട് പഠിക്കാൻ മിടുക്കാനായിരുന്നു, തൻ്റെ വിഷയത്തിൽ സോഷ്യൽ സയൻസ് എന്ന വിഷയമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഈ സോഷ്യൽ സയൻസിൽ എത്രമാത്രം തൻ്റെ മകൻ കറക്റ്റ് ഉത്തരങ്ങൾ എഴുതിയാലും മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന അത്രയും മാർക്ക് തൻ്റെ കുട്ടിക്ക് ലഭിച്ചിരുന്നില്ല. അതും നിറത്തിൻ്റെ പേരിലായിരുന്നിരിക്കണം. ഒരുപക്ഷെ പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളെ തുറന്ന് കാണാനുള്ള ഒരു മനസ്സില്ലായ്മ ആ ടീച്ചർക്ക് അന്നേ ഉണ്ടായിരുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് മാത്രം സ്നേഹവും കരുതലും കാണിക്കുക, അല്ലാത്ത കുഞ്ഞുങ്ങളെ അവഗണിക്കുന്ന ഒരു സ്വഭാവം. അതുപോലെ തന്നെ ആയിരിക്കും ജിസ്മോളും നേരിട്ടത്. വളരെയധികം പീഡനങ്ങൾ നേരിട്ട ജിസ്മോൾക്ക് വേണ്ടി നാട്ടുകാർ മുത്തോലി ഒന്നടങ്കം ഇറങ്ങിയിട്ടുണ്ട്. ജിസ്മോളുടെ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും മാതാവിനെയും നാത്തൂനെയും ഒന്നടങ്കം അറസ്റ്റ് ചെയ്യുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയും അതിലൂടെ ഒരു നീതി ഉറപ്പാക്കണം. ജിസ്മോളുടെ ശരീരത്തിൽ പൊള്ളലുകൾ ഏൽപ്പിച്ചിരുന്നു. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഒരിക്കലും ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം നിയമം പോരാട്ടങ്ങളിലൂടെ ഇവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ട സ്ഥാനത്ത് എന്തിനിതൊക്കെ സഹിച്ച് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നു എന്ന് പോലും ഓർക്കുകയാണ്. അതാണ് അഭിമാനം. ഒരു വീടിനെ അപമാനിക്കാതിരിക്കാനായിട്ട് ജിസ്മോൾ വേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കുഞ്ഞുങ്ങളുമൊത്ത് ആ വീട്ടിൽ കഴിയുകയായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനും നഷ്ടമായില്ലേ? കൊലപാതക ശ്രമത്തിന് കേസെടുത്തുകൊണ്ട് ഈ വീട്ടിലുണ്ടായിരുന്നവരെ ഒന്നടങ്കം നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക തന്നെ വേണം. അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു.